ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് ഗോവ. അതായത് ലാസ്റ്റ് ഡേ സോ സാഡ്. അപ്പം രാവിലെ രാവിലെ എന്ന് പറയുന്നത് 10 മണിക്കായി എണീച്ച് വേഗം പലക തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡേ ആണ്. ബിക്കോസ് നിങ്ങൾ നൈറ്റ് കാച്ചിന് പോകുന്നുണ്ട്. ഞാൻ രാവിലെ തൊട്ട് അതിനുള്ള എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ വേഗം എണീച്ച് കുളിച്ച് കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് യോവ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം മേക്കപ്പ് എനിക്ക് പൊതുവെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ചെയ്യാം. എപ്പോഴും ഞാൻ ഒരിക്കലും ക്ലിനിക്കിൽ വെച്ച് മേക്കപ്പ് ചെയ്യും. എന്നിട്ട് വേഗം റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോയി. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കഴിഞ്ഞത് കാരണം 11 o'clock ആയിരുന്നു. പക്ഷേ എന്നാലും ഫുഡ് കിട്ടി. എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഈ ഫുഡ്. ഐ തിങ്ക് ദാറ്റ്സ് ആലു പറാട്ട. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ട് വാഗത്തൂർ ഞങ്ങളിപ്പോൾ 4th ടൈമാണ് പോയത്. അപ്പോൾ ഈ 4 പ്രാവശ്യവും ഇതിൽ 2 പ്രാവശ്യം നമ്മൾ വാഗത്തൂർ പോയിട്ടുണ്ട്. അങ്ങനെ നേരെ വാഗത്തൂർ നമ്മളവിടെ ഇറങ്ങി ഞാൻ ആ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ജെല്ലി ഫിഷിനെ കണ്ടു. ഞാൻ ലൈഫ് ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷിനെ കണ്ടത്. എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ പക്ഷേ വിളിച്ചിട്ട് വേഗം സ്റ്റാർ ഫിഷിനെ കണ്ടു. പക്ഷേ അത് സ്റ്റാർ ഫിഷ് അല്ലാതെ ജെല്ലി ഫിഷ് ആണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ കുറേ ഉണ്ടായി. 1-2 എണ്ണം അല്ല, അതിന് കൂടുതലുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങനെ വെറുതെ പോയി നോക്കി എവിടേക്കും പോകുന്ന വെച്ചാൽ അങ്ങനെ എന്തോ ഒരു ചാപ്റ്റർ ഫോട്ടോ അങ്ങനെ എന്തോ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പകുതി നടന്നപ്പോഴത്തേക്ക് ജീവൻ പോയി വെയിലത്ത് ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാനേ പറ്റില്ല. ഞങ്ങൾ അതേപടി താഴത്തേക്ക് വന്ന് ഒരു ഇതൊക്കെ ഇളനീരൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നത്. അത് ഞങ്ങൾ വിചാരിച്ച ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി പോകുമ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ്. അത് കിക്കി റെസ്റ്റോറൻറ്റ് പറഞ്ഞില്ല. ഞാൻ ആക്ച്വലി എനിക്ക് ഡോഗ് വാങ്ങുമ്പോൾ ഈ ഡോഗിന് ഇടാൻ വെച്ച പേരായിരുന്നു കിക്കിന്ന്. അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റെസ്റ്റോറൻറ്റിന് ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 100/100 എന്ന് വേണം പറയുന്നത്. അത്രയും പൊള്ളിയായിരുന്നു ആ ഒരു ആംബിയൻസും ആ സെറ്റപ്പും ഒക്കെ. ഇത് തലാസേനെ എടുത്താട്ടോ. തലാസയിൽ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായി. തലാസ അടിപൊളിയാണ്. അതിൻ്റെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ സുഷി ആയിരുന്നു. സുഷിയും പിന്നെ ബിരിയാണി. നമ്മുടെ നാട്ടിലെ ബിരിയാണിക്ക് അവിടെ 695 ആണ്. പിന്നെ അവിടുത്തെ മെനു കണ്ട് എൻ്റെ കണ്ണ് തള്ളി. കാരണം അതിൽ ഞാൻ ഇതുവരെ 45,000 ഒരു മെനു കണ്ടിട്ടില്ല. ഒരു ഫുഡിന് അതിൽ ഒരു വൈനിന് 45,000 ആണ്. അങ്ങനെ പല റേഞ്ചുള്ള ഇതായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ വ്യൂവും ആ റെസ്റ്റോറൻറ്റും ഒരു സുഷിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. അതെന്തോ സ്മോക്കി ചിക്കൻ സുഷി ആയിരുന്നു. സൂപ്പറായിരുന്നു. എനിക്ക് 10 എണ്ണം കഴിക്കാൻ പറ്റിയപ്പോഴാണെന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു ബിരിയാണി. സത്യം പറയാൻ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നിയത് കാരണം അത്രയും ഒരു കാം എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു അവിടെ ഇരുന്നപ്പം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇനി കാച്ചിനോണ്ട് അവിടേക്ക് പോയിട്ട് വേണം റൂം എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഐ തിങ്ക് മിറാമാറിന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ബീച്ചിൻ്റെ അവിടെ ഇറങ്ങി. അവിടുത്തെ പാർക്ക് ഐ ഡോണ്ട് ഹൗ ടു എക്സ്പ്ലെയിൻ. അത്രയും സൂപ്പറായിരുന്നു. നല്ലൊരു പ്രത്യേകതരം കാറ്റും അവിടെ നിന്ന് ഇരുന്ന് നമ്മൾ പിന്നെ ചോക്കോ പാർക്ക് കഴിച്ചിട്ട് പോയിട്ടുണ്ടായത്. അതൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ റൂം എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ ഭാഗ്യത്തിന് കാസിനോൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പ്രാവശ്യം റൂം എടുത്തത്. റൂമെന്ന് പറയുമ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നോക്കി. പക്ഷേ അവിടെ അങ്ങനെ മോയിലില്ലാത്ത നമ്മൾ വെച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കുക ചെയ്തത്. ഈ ചർച്ചിലേക്ക് അടുത്തായിട്ട് നമ്മൾ റൂം നമുക്ക് ചർച്ചിലേക്ക് നടക്കാതെ ദൂരം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ റൂമെന്ന് പറയുമ്പോൾ നല്ല റൂമായിരുന്നു. നല്ല വൃത്തിയുള്ള അടിപൊളി റൂമായിരുന്നു. ഇവിടെ നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്തു കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം കുറച്ച് ഷോപ്പിംഗ് ചെയ്യുക, ഒരു കോഫിയൊക്കെ കുടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി. ഞാൻ ഷോപ്പിംഗ് ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കേസിനത് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം അതിനും കൂടി ഒരു എക്സൈറ്റ്മെന്റ് ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അമ്മയ്ക്കും പിന്നെ കുട്ടിക്കും പിന്നെ കുഞ്ഞുമണിക്കും ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. അമ്മ കുറേ എന്നോട് പറയുന്നത് ഈ കോക്കനറ്റിൻ്റെ പേഴ്സ് വന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. കുട്ടിക്ക് ഇങ്ങനത്തെ കളിക്കുന്നൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മളൊന്ന് കോഫി കുടിക്കാൻ വേണ്ടി കയറി. അത് കോഫി എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വേറെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് 9 മണിയായപ്പോൾ കാസിനോയിലേക്ക് പോയി. എനിക്ക് കാസിനോ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾ. എനിക്ക് അത്രയും അഡിക്ഷനാണ് കാസിനോ. ആക്ച്വലി എനിക്ക് വെള്ളവും ഈ ഷിപ്പും അതൊക്കെ പേടിയായിട്ട് കൂടി ഞാൻ പോകാൻ റെഡി ആയിരിക്കും. അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ടൈമത്തെ പോലെ എനിക്ക് സീസൺ അല്ലാതെ നമുക്ക് റൂഫ് ടോപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസൈഡ് ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം. അല്ലാതെ ഗെയിം സെക്ഷനിൽ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഫുഡും ഡ്രിങ്ക്സും എല്ലാം കൺലിമിറ്റഡ് ആണ്. 24 hours. എനിക്ക് കുറേ പേർക്ക് പക്ഷേ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഗെയിം സെക്ഷനിലേക്ക് പോയത്. അവിടെ വീഡിയോസ് ഒന്നും ഇന്ത്യയിലില്ല.